ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇപ്പൊ നമ്മുടെ ഷാനവാസ് ഒരാളെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. ഇവൻ ആ സ്ഥാനത്ത് ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുക, ഇവനൊക്കെ എന്നാണോ ഞങ്ങൾ പിടിച്ചെന്ന് ജയിലിൽ ഇടുന്നത് എന്ന്. ആരെ പറ്റിയാണ് പറയുന്നത് വെച്ചാൽ ആകാശിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ഇനി ആകാശിനെ ആകാശ് തന്നെ വിളിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ സാബുമാൻ എന്ന് വിളിക്കുന്നില്ല. കാരണം എന്തിനാണ് നമ്മള് ഒരു വ്യക്തിയുടെ അച്ഛനെ പറ്റി നമ്മളിങ്ങനെ പറയുന്നത്? അത് ടെക്നിക്കലി പുള്ളിയുടെ അച്ഛന്റെ പേരാണല്ലോ സാബു എന്നുള്ളത് അച്ഛന്റെ പേരാണ്. അപ്പോൾ വെറുതെ എന്തിനാണ് പുള്ളിക്ക് പേരുദോഷം ഉണ്ടാക്കുന്നത്? ആകാശ് എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ ആകാശ് ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് ഷാനവാസ് പറയുന്നു ഇവനെയൊക്കെ എന്നാണ് പിടിച്ച് ജയിലിലിടുന്നതെന്ന്. വളരെ ന്യായമായ ചോദ്യമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഗെയിം കളിച്ചാലല്ലേ ജയിലിലേക്കൊക്കെ പിടിച്ചു വിടാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ഗെയിമും കളിക്കാതെ ഇങ്ങനെ ഇളിച്ചോണ്ട് എന്ന് പറഞ്ഞ് ഇളിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഏത് കാലത്ത് ജയിലിൽ വിടാനായിട്ടാണ്? അത് ഈ പുള്ളിക്കൊക്കെ സപ്പോർട്ട് കൊണ്ടതാണ്. എങ്ങനെയാണ് സപ്പോർട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ, ഒരാളുടെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോ പുള്ളി പറയുകയാണ്, പുള്ളിയുടെ അമ്മ പറഞ്ഞു അത്ര, ആ പയ്യൻ അവനൊരു പാവം പയ്യൻ, നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു പയ്യനാണ്, അവന് വോട്ട് ചെയ്യാം. പിന്നെ അതുകൂടാതെ അവന്റെ അച്ഛന് കാല് വയ്യ, അതുകൊണ്ട് വോട്ട് ചെയ്യാം. നീ പറയുന്ന ആകാശ് സാബുമാൻ എന്ന് പറഞ്ഞ ഈ പുള്ളിക്ക് വോട്ട് കൊടുക്കുന്നതിന്റെ ഒരു കാരണം കണ്ടെത്തുകയാണ്. എന്നുവെച്ചാൽ പാവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് വോട്ട് കൊടുക്കാമെന്ന്. ഇങ്ങനെയൊക്കെയാണ് നിന്ന് പോകുന്നത്. സേഫ് ഗെയിമേഴ്സ് ആയിട്ടുള്ള ആളുകള് ഇങ്ങനെയൊക്കെയാണ് നിന്ന് പോകുന്നത്. ഒരു രീതിയിലുള്ള ഗെയിമും കളിക്കാതെ ഇങ്ങനെ ഇളിച്ചോണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ്. സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ പുറത്തേക്കും പോകുന്നുണ്ട്. ഇപ്പൊ ഈ ആഴ്ച നെവിനാണ് പുറത്തേക്ക് പോകുന്നതെന്നാണ് അറിഞ്ഞത്. പിന്നെ അതേപോലെ ഒനീല് നെവിൻ ഇവർ രണ്ടുപേരുമാണ് പുറത്തേക്ക് പോകുന്നതെന്നാണ് അറിഞ്ഞത്. എന്തുകൊണ്ടും സാബുമാനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് തന്നെയാണ് ഒനീലാണെങ്കിലും നെവിനാണെങ്കിലും. സാബുമാൻ അവിടെ നിൽക്കാൻ എന്ത് അർഹതയാണുള്ളതെന്ന് എനിക്കറിയില്ല. ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തി സ്വയം ഒരു അവലോകനം നടത്തിയിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഒരു രീതിയിലുള്ള ഗെയിമോ കണ്ടന്റോ ഒന്നും ഇല്ലെന്നേ. വെറുതെ അവിടെ അങ്ങ് വെക്കേഷന് വന്ന പോലെ, സ്റ്റേക്കേഷന് വന്ന പോലെ അങ്ങ് ജീവിക്കുവാണ്. എനിക്കറിയില്ല PR എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ അങ്ങ് വെക്കേഷന് വന്ന പോലെ അങ്ങ് ജീവിക്കുവാണ്. ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കഴിയുകയാണ്, ചിരിച്ച് കളിച്ച് ഇളിച്ചോണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തേലും ഒരു ഉളുപ്പുണ്ടോ? അതുമില്ല. അപ്പൊ ഇങ്ങനെ അങ്ങ് വാഴയായിട്ട് ഇങ്ങനെ നിന്നങ്ങ് പോവാണ്. എനിക്കറിയില്ല എത്ര ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയത്തില്ല. ലാലേട്ടൻ എല്ലാ ആഴ്ചയും വന്നിട്ട് മോനെ നിനക്ക് കളിച്ചൂടെ മോനെ, ഇനിയെങ്കിലും ഗെയിമിലേക്ക് ഒന്ന് വന്നൂടെ മോനെ, വരാൻ ലാലേട്ടാന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് അവിടെ ഇരിക്കും. എന്നിട്ട് പിന്നെ ഇത് തന്നെ അവസ്ഥ. ഇപ്പൊ ഒരു 3 ആഴ്ചയായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. സാബുമാന്റെ കൂടെ വന്ന വൈൽഡ് കാർഡ്സ് 3 പേര് പുറത്തായി. എന്നിട്ട് സാബുമാൻ അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. അവരുടെ അത്രയും പോലും ഒരു ഗെയിം കാഴ്ച വെക്കാതെ സാബുമാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, മസ്താനിയും ഇതും പോട്ടേന്ന് വെക്കാം. ജിഷിൻ പുറത്തായി, സാബുമാൻ അവിടെ നിൽക്കുന്നു. എന്തൊരു അവസ്ഥയാണെന്ന് ഓർത്തോണേ. ജിഷിനൊക്കെ എന്ത് മികച്ച രീതിയിൽ ഗെയിം കളിച്ചതാണ്. സാബുമാനെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിഷിനൊക്കെ. എന്നിട്ട് സാബുമാൻ അവിടെ നിൽക്കുവാണ്. അതേപോലെ ലക്ഷ്മി പിന്നെയും പോട്ടേന്ന് വെക്കാം. ലക്ഷ്മിയും കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിം കളിച്ചിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ ഈ സാബുമാൻ എന്ത് കാണിച്ചിട്ടാണ്, എന്ത് മലത്തിയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് ഒന്ന് പറഞ്ഞു തരണം. എന്ത് മറിമായമാണ് ഇതെന്നുള്ളത്, എന്ത് ടൈപ്പ് ഓഫ് മാജിക് ആണ് ഇതെന്നുള്ളത് എനിക്കും പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ സീസൺ 5 എല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ് ഇതേപോലത്തെ കണ്ടസ്റ്റൻസിനെ. പക്ഷെ ഇത്രയധികം മിണ്ടാതെ ഇങ്ങനെ വെറും ഒരു എന്താ പറയുക, ഇളിച്ചോണ്ട് മാത്രം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.